ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാഞ്ചന 3യെക്കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മളിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. വേറൊന്നുമല്ല, ചെറിയ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഇനി മുതൽ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. രാഘവ ലോറൻസിൻ്റെ സംവിധാനത്തിൽ രാഘവ ലോറൻസ് തന്നെ നായകനായി 2019 പുറത്തിറങ്ങിയ സിനിമയാണ് കാഞ്ചന 3. ശരിക്കും കാഞ്ചന സീരീസിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 2007 മുനി എന്ന സിനിമയാണ്. അന്ന് അതൊരു ഐക്കോണിക് സംഭവമായിരുന്നു. അതിനുശേഷം 2011 മുനി പാർട്ട് 2 ആയിട്ട് കാഞ്ചന വന്നു. പിന്നീട് 2015 മുനി പാർട്ട് 3 ആയിട്ട് കാഞ്ചന 2 വന്നു. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. മുനി, കാഞ്ചന 2 3 സിനിമകളും വേറെ ലെവൽ സംഭവങ്ങൾ തന്നെയായിരുന്നു. പലർക്കും കാഞ്ചനയാണ് ഫേവറേറ്റ്. എന്നാൽ എനിക്ക് പേഴ്സണലി കാഞ്ചന 2 ആണ് കൂടുതൽ ഇഷ്ടം. അതിന് കാരണങ്ങളും ഉണ്ട്. മുനി, കാഞ്ചന 2 ഈ 3 എണ്ണങ്ങളുടെയും സ്റ്റോറി നോക്കിക്കഴിഞ്ഞാലും ടിപ്പിക്കൽ സ്റ്റോറി തന്നെയാണ്. എന്നാൽ ഈ 3 സിനിമകളും എടുത്ത രീതി ഡിഫറൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് കാഞ്ചന 2 വരെ ഈ ഒരു സീരീസ് വിജയിച്ചത്. എന്നാൽ കാഞ്ചന സീരീസിലെ ഏറ്റവും വെറൈറ്റി പടം എന്ന് പറയാൻ സാധിക്കുന്നത് കാഞ്ചന 2 തന്നെയാണ്. അന്നേ വരെ തമിഴ് സിനിമ കാണാത്ത, അതായത് ഗോസ്റ്റ് വേഴ്സസ് ഗോസ്റ്റ് ഫൈറ്റ് സീൻ, പ്രേതം തമ്മിലുള്ള ഫൈറ്റ് സീൻ വരെ കാഞ്ചന 2വിൻ്റെ ക്ലൈമാക്സിൽ രാഘവ ലോറൻസ് കൊണ്ടുവന്നിരുന്നു. അതിൽ യൂസ് ചെയ്ത VFX ആയിക്കോട്ടെ എല്ലാം ഗംഭീരമായിരുന്നു. പോരാത്തതിന് ഒരു പ്രേതമല്ല, 7 പ്രേതങ്ങളെ അടക്കം കാഞ്ചന 2വിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വെറൈറ്റി സംഭവങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ കാഞ്ചന 2 വരെ രാഘവ ലോറൻസ് ഗംഭീരമായിട്ട് ആ സീരീസിനെ കൊണ്ടുവന്നു. എന്നാൽ മുനി പാർട്ട് 4 ആയിട്ട് 2019 കാഞ്ചന 3 വന്നെങ്കിലും പടം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു. സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമായിരുന്നു സംഭവം കയ്യിൽ നിന്ന് പോയെന്ന്. ആ ട്രെയിലറിൽ തന്നെ അതിനുള്ള എല്ലാ സൂചനകളും അവർ തന്നിരുന്നു. അപ്പോൾ കാഞ്ചന 3 എന്ന സിനിമ എങ്ങനെ ഫ്ലോപ്പായി? നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. കാഞ്ചന 3 എന്ന സിനിമ ഫ്ലോപ്പ് ആവാനുള്ള മെയിൻ കാരണം സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം കാഞ്ചന ഫസ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് എന്താണോ അതേ സ്ക്രിപ്റ്റ് തന്നെയാണ് സെയിമായിട്ട് കാഞ്ചന 3യിലും രാഘവ ലോറൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മാറ്റം പോലും വരുത്തിയിട്ടില്ല. അതിപ്പോൾ ക്യാരക്ടേഴ്സ് അടക്കമാണെങ്കിലും ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് 4 നായികമാരുണ്ടെന്നുള്ളതാണ്. മുനി, കാഞ്ചന ഈ 2 സിനിമകളിലും ഓരോ നായികമാർ വീതം മാത്രമേ ഉള്ളൂ. കാഞ്ചന 2ലേക്ക് വന്നപ്പോൾ 2 നായികമാരായി. ഒന്ന് താപ്സി, രണ്ടാമത്തത് നിത്യ മേനോൻ. അതും ആ ഒരു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 2 നായികമാർ വന്നത്. എന്നാൽ കാഞ്ചന 3യിലേക്ക് വരുമ്പോൾ നായകനായിട്ടുള്ള രാഘവ ലോറൻസിന് 3 നായികമാർ, പ്രേതമായിട്ടുള്ള രാഘവ ലോറൻസിന് 1 നായിക, ടോട്ടലി 4 നായികമാർ. എന്നാൽ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഇത്രയും നായികമാരെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം പ്രേതമായിട്ടുള്ള രാഘവ ലോറൻസിനുള്ള ആ ഒരു നായിക അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ നായകനായിട്ടുള്ള രാഘവ ലോറൻസിന് 3 നായികമാരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വേദിക, ഒവിയ, നിക്കി തമ്പോളി ഇവരാണ് രാഘവ ലോറൻസിൻ്റെ നായികമാർ. ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് ഈ നായികമാരാണ്. വെറുപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ വെറുപ്പിക്കൽ. പിന്നെ ഈ 3 നായികമാരെ കൊണ്ടുവന്നതിനുള്ള ഒരേ ഒരു ഉദ്ദേശം സിനിമയിലെ സോങ്സാണ്. സോങ്സിന് വേണ്ടി നേവൽ ഡാൻസ്, ഗ്ലാമറസ് ആയിട്ടുള്ള സീനുകൾ കാണിക്കുക, ഇതിനു വേണ്ടി മാത്രമാണ് രാഘവ ലോറൻസ് ഈ 3 പേരെയും കൊണ്ടുവന്നിട്ടുള്ളത്. അതവർ വൃത്തിക്ക് ചെയ്തിട്ടുമുണ്ട്. സോങ്ങും അവരുടെ ഗ്ലാമറസ് ആയിട്ടുള്ള സംഭവങ്ങളും ഒഴിച്ചു കഴിഞ്ഞാൽ പടത്തിൽ അവർ കട്ട ബോറാണ്. അതുപോലെ സിനിമയിലെ കോമഡി സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിളാണ്. മെയിനായിട്ട് രാഘവ ലോറൻസിൻ്റെയും കോവൈ സരളയുടെയും ആ ഒരു കോംബോ ഐക്കോണിക് കോംബോയാണ്. മുനി തൊട്ട് കാഞ്ചന 2 വരെ അത് അവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. കാഞ്ചന 3യിലേക്ക് വന്നപ്പോൾ അമ്മയും മോനും കൂടി കാട്ടിക്കൂട്ടി വെച്ചതൊന്നും സഹിക്കാൻ പോലും പറ്റിയിട്ടില്ല. എനിക്ക് ഈ സിനിമയിൽ ഗുഡ് തിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, സോങ്സും BGMസും കൊള്ളായിരുന്നു. ബട്ട് ഒരിക്കലും കാഞ്ചനേനെയും കാഞ്ചന 2വിനെയും മുനീനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കൊന്നുമില്ല, ജസ്റ്റ് ഓക്കെ, അത്രേ ഉള്ളൂ. 2, സിനിമയിലെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഹൊറർ സീൻ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് ഒരു പെണ്ണിൻ്റെ മേത്ത് പ്രേതം കയറിയ ഒരു സീൻ. ആ ഒരു സീൻ നൈസായിരുന്നു. 3, ലോറൻസിൻ്റെ കാളി എന്ന ക്യാരക്ടറിൻ്റെ ഫ്ലാഷ് ബാക്ക് പോർഷൻ കാണിക്കുമ്പോഴുള്ള ഇമോഷണൽ സീൻസ്, അത് എല്ലാമല്ല ചിലതൊക്കെ എനിക്ക് കണക്റ്റായി. ഇത്രയൊക്കെ എനിക്ക് ഈ ഒരു സിനിമയിൽ
പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ശരിക്കും രാഘവ ലോറൻസ് എന്തിനാ കാഞ്ചന 3 എടുത്തതെന്ന് ഒരു പിടുത്തമല്ല. കാഞ്ചന ഫസ്റ്റിലുള്ള പല സംഭവങ്ങളും ഒട്ടുമിക്ക സംഭവങ്ങളും അങ്ങനെ എടുത്ത് കാഞ്ചന 3യിൽ വെച്ചിട്ടുണ്ട്. വീടിൻ്റെ അകത്ത് പൂജ ചെയ്യുന്ന സീൻസ്, അതുപോലെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഷാള് നിലത്തേക്ക് വീഴുന്നത്, ഇതൊക്കെ കാഞ്ചനയിൽ വിട്ട സംഭവമാണ്. അതന്നെ വീണ്ടും എടുത്ത് കാഞ്ചന 3യിൽ വെച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചന 3 കണ്ടു തീർക്കാൻ പെട്ട പാട് അതൊരു ഒന്നൊന്നര പാടാണ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് സിനിമയുടെ ഫ്ലാഷ് ബാക്കാണ്. ടിപ്പിക്കൽ ക്ലീശ ഫ്ലാഷ് ബാക്ക്, അതും രാഘവ ലോറൻസിൻ്റെ ക്ലീശ ഫ്ലാഷ് ബാക്ക്. അത് തന്നെയാണ് സിനിമയെ മെയിനായിട്ട് ബാധിച്ചത്. പിന്നെ രാഘവ ലോറൻസും കോവൈസറുള്ള 3 ഹീറോയിൻസ്, ഇവർ കോമഡി എന്ന് പറഞ്ഞ് ചളീനേക്കാട്ടിലും കഷ്ടമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് പടത്തിലുടനീളം കാണിച്ചു വെച്ചിട്ടുള്ളത്. എനിക്ക് സിനിമയിലെ കോമഡീസ് ഒന്നും ഒട്ടും കണക്റ്റ് ആയിട്ടില്ല. ഈ ഒരു സിനിമയിലെ മെയിൻ സംഭവമാണ് ഇതിലെ പ്രേതം എങ്ങനെ പുറത്ത് വരുന്നു എന്ന് കാണിക്കുന്ന സീൻ. അതായത് രാഘവ ലോറൻസിൻ്റെ മേത്ത് എങ്ങനെ കയറുന്നു എന്ന് കാണിക്കുന്ന സീൻ. അതിപ്പോൾ മുനിയിലായിക്കോട്ടെ, കാഞ്ചനയിലായിക്കോട്ടെ, കാഞ്ചന 2ലായിക്കോട്ടെ, എല്ലാം വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കാഞ്ചന 3ലേക്ക് വരുമ്പോൾ ആ ഒരു പോർഷനൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് എന്ത് തേങ്ങ കാണിച്ചു വെച്ചിട്ടുള്ളതെന്ന് വരെ എനിക്ക് ആ സമയത്ത് തോന്നിപ്പോയി. അത്രയ്ക്കും ബോറായിട്ടായിരുന്നു അത് ചെയ്തു വെച്ചത്. പിന്നെ ഇതൊരു ഹൊറർ സിനിമയല്ലേ, ഹൊറർ സീൻസ് ഒന്നും എനിക്ക് കാഞ്ചന 3യിൽ ഒട്ടും കണക്റ്റ് ആവാണ്ട് പോയൊരു കാര്യമാണ്. സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഹൊറർ സീൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഹൊറർ സീൻസും എനിക്ക് പേഴ്സണലി ഒട്ടും ഇമ്പാക്റ്റ് തന്നില്ല. അതിനൊക്കെ കാഞ്ചന 2വിലും കാഞ്ചനയിലും മുനിയിലും ഹൊറർ സീൻസൊക്കെ വിഷയ സംഭവം തന്നെയായിരുന്നു. മുനി തൊട്ട് കാഞ്ചന 2 വരെ വില്ലന്മാരെല്ലാം പവർഫുൾ വില്ലന്മാരായിരുന്നു. എന്നാൽ കാഞ്ചന 3യിൽ ഒട്ടും ഇമ്പാക്റ്റ് തരാത്ത വളരെ ബോറായിട്ടുള്ള ക്ലീഷേഡ് ആയിട്ടുള്ള വില്ലനാണ്. അതും വില്ലനൊരു അനിയനും കൂടിയുണ്ട്. 2 വില്ലന്മാരും കട്ട ബോറായിരുന്നു. ഒരു പവർഫുൾ വില്ലൻ ഇല്ലാത്തതും ഈ ഒരു സിനിമയെ ബാധിച്ച മെയിൻ നെഗറ്റീവ് തന്നെയാണ്. പിന്നെ മുനി ഫസ്റ്റിൽ പ്രേതത്തിനെ തളയ്ക്കാൻ വന്നത് ഒരു പൂജാരിയായിരുന്നു. കാഞ്ചനയിൽ അതൊരു മുസ്ലിം ബാബയായി. കാഞ്ചന 2വിൽ ക്രിസ്ത്യൻ ഫാദറായി. കാഞ്ചന 2 വരെ മെയിനായിട്ടുള്ള 3 ആൾക്കാരെയും കൊണ്ടുവന്നു. ഇനി ആരെ കൊണ്ടുവരും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രാഘവ ലോറൻസ് വിദേശത്ത് നിന്ന് വിദേശികളെ ഇറക്കിയത്. കാഞ്ചന 3യിൽ പ്രേതത്തിനെ തളയ്ക്കാൻ വന്നത് ഫോറിനേഴ്സാണ്. വെറൈറ്റി അല്ലേ? അങ്ങനെ ക്ലൈമാക്സിൽ പ്രേത ഫോറിനേഴ്സിനെല്ലാം അടിച്ച് നിരപ്പാക്കി വില്ലനെയും കൊന്ന് പ്രേതത്തിൻ്റെ റിവെഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. ശുഭം. ക്ലൈമാക്സിൽ ശരിക്കുള്ള ദൈവം പ്രത്യക്ഷപ്പെട്ട് പ്രേതത്തിന് ശക്തി കൊടുക്കുന്ന ഒരു സീനൊക്കെ രാഘവ ലോറൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊന്നും തീരെ കണക്റ്റ് ആയില്ല. പിന്നെ സിനിമയുടെ ക്ലൈമാക്സിലെ VFX നല്ല പോലെ പാളിപ്പോയിട്ടുണ്ട്. അതുപോലെ ഫൈറ്റ് സീക്വൻസിനെ കുറിച്ച് പിന്നെ സിനിമയിൽ എടുത്ത് പറയേണ്ടതില്ല. കത്തി ഫൈറ്റായിരുന്നു. ഒരു ഇടി ഇടിക്കുമ്പോഴത്തേനും പറന്നു പോകും. എന്തായാലും ഈ ഒരു സിനിമ പൊട്ടിയതിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ബാക്കി പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒട്ടും റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത, ഒട്ടും ഇമ്പാക്റ്റ് തരാത്തൊരു സിനിമ തന്നെയാണ് കാഞ്ചന 3. പിന്നെ പലരും ഈ ഒരു സിനിമ വല്ലപ്പോഴും റിപ്പീറ്റ് അടിച്ച് കാണുന്നതിനുള്ള ഒരേ ഒരു റീസൺ വേദിക, ഒവിയ, നിക്കി തമ്പോളി ഇവർ തന്നെയാണ്. സത്യത്തിൽ ഞാനും ഈ ഒരു സിനിമ കുറച്ചേലും എൻജോയ് ചെയ്ത് കണ്ടതിന് കാരണം ഈ 3 ഹീറോയിൻസ് തന്നെയാണ്. എന്തായാലും കാഞ്ചന 3യോടെ നിർത്തുന്നുണ്ടെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. കാഞ്ചന 4 ഓൺ ദ വേ ആണ്. ഈ വർഷം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. കാഞ്ചന 4ൽ 2 നായികമാരാണ് ലീഡായിട്ട് എത്തുന്നത്, പൂജ ഹെഗ്ഡെയും നോറ ഫട്ടേഹിയും. നെക്സ്റ്റ് ഐറ്റം സോങ് ലോഡിങ്. അപ്പോൾ ഇതൊക്കെയാണ് കാഞ്ചന 3യെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാഞ്ചന 3യെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.